മഹത്വമുണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 7-8 വാക്യങ്ങൾ. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നാം അനുഗ്രഹീതമായ ഒരു ദിവസത്തിൻ്റെ മനോഹരമായ നിമിഷങ്ങളിലൂടെ എന്തൊരു സന്തോഷകരമായ ദിവസമാണ്. ദൈവമക്കൾ ഒരുമിച്ച് യേശുക്രിസ്തു തേജസ്സോടെ ഇറങ്ങി വന്ന് നിൽക്കുന്ന നല്ല അനുഗ്രഹീതമായ രംഗത്ത് വന്ന് നിൽക്കുമ്പോൾ ആദ്യം വരുന്നത് ഓർമ്മ, എൻ്റെ ദൈവമേ ഞാൻ ആരായിരുന്നു, നമ്മൾ ഓരോരുത്തരും ആരായിരുന്നു എന്നുള്ള ഓർമ്മയാണ് മനസ്സിലേക്ക് വരുന്നത്. ഒരു ഉദാഹരണം, എനിക്ക് അമേരിക്കയിലേക്കൊന്ന് പോകണം. രാത്രി 12 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. 12 മണിയായി, പോകാനുള്ള വണ്ടി വന്നു, ദൈവമക്കൾ ആരെങ്കിലും വന്നു. പക്ഷേ ഞാനുണ്ട്, പെട്ടി പാക്ക് ചെയ്തിട്ടില്ല, എൻ്റെ പാസ്പോർട്ട് കാണുന്നില്ല, പോകാൻ ഒരു തയ്യാറെടുപ്പുമില്ലാതെ ഇരിക്കുന്നതായ ഒരു വേദനാകരമായ അവസ്ഥയിലേക്ക് ഒരിക്കലും മനുഷ്യൻ പോകരുത് എന്നുള്ളത് കൊണ്ട് നിത്യനായ ദൈവം നമുക്ക് ഓരോ പ്രാവശ്യവും ദൈവത്തിൻ്റെ വചനം തന്ന് നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നാം ആരും ദൈവരാജ്യത്തിൽ പോകാൻ യോഗ്യരല്ല. നമുക്കാർക്കും ഈ ഭൂമിയിലെ ഒരു മനുഷ്യന് പോലും യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ കടപ്പാനുള്ള പദവിയോ അർഹതയോ യോഗ്യതയോ ഇല്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത്, നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു എങ്കിൽ അഭക്തൻ്റെയും പാപിയുടെയും ഗതി എന്താകും? നീതിമാന്മാർ പോലും വിശുദ്ധന്മാർ പോലും അവരെ പ്രയാസേനയാണ് രക്ഷ പ്രാപിക്കുന്നത്. അതുകൊണ്ട് നാം നമ്മുടെ ഈ ചുരുങ്ങിയ ഒരു ആയുസ് എന്നും ദൈവരാജ്യത്തിൽ പോകുന്നതിന് വേണ്ടി ഒരുങ്ങിയിരിക്കണമെന്ന്. ആ ഒരുക്കമുള്ള ഒരു വ്യക്തിക്ക്, ആ ഒരു ഒരുങ്ങാനുള്ള മനസ്സുള്ള ഒരു വ്യക്തിക്ക് എന്നും സന്തോഷമായിരിക്കും. സന്തോഷിക്കാൻ ഈ ലോകത്തിൽ പലതും ഉണ്ടായിരിക്കണമെന്നില്ല, പക്ഷേ ജീവിതത്തിൽ നല്ല ഒരു കെട്ടുറപ്പ്. ഇന്ന് എൻ്റെ മുമ്പിൽ രോഗമുണ്ട്, കടബാധ്യതയുണ്ട്, അനേകം വിഷയങ്ങൾ മുന്നിൽ, സങ്കടങ്ങൾ മാത്രം. എന്നാൽ ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഉള്ളിൽ ചിന്തയുണ്ട്, ഇതെല്ലാം എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ കണ്ണുനീരില്ലാത്ത, അവിടെ കഷ്ടതയില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത ദൈവരാജ്യത്തിൽ ഞാൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാനിതൊന്നും ഓർക്കുന്നത് പോലുമില്ല. പക്ഷേ ഞാനൊരു വിശുദ്ധനായി, ഒരു നീതിമാനായി നിന്നാൽ എൻ്റെ കാര്യം, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം യേശുക്രിസ്തു നോക്കുമെന്നുള്ള വ്യക്തമായ ഉറപ്പ് ഒരു ദൈവ പൈതലിന് ഉണ്ടായിരിക്കും. അത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. ദാവീദ് പറഞ്ഞു, ഞാൻ ബാലനായിരുന്നു, ബാക്കി ഞാൻ വൃദ്ധനായി തീർന്നു, ഞാൻ കൊച്ചുകുട്ടിയായിരുന്നു, അങ്ങ് മലഞ്ചെരുവിലൂടെ ആടുകളെ നോക്കി നടന്നൊരു ബാലനായിരുന്നു, എന്നാൽ ഇന്ന് ഞാൻ നല്ല വൃദ്ധനായി. പക്ഷെ ഒരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു കാര്യം ഈ ഭൂമിയിൽ സംഭവിക്കുകയില്ല. കാരണം ദൈവം ജീവനുള്ള ദൈവമാണ്. അവൻ നമ്മോടും എന്നോടും വ്യക്തിപരമായി വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവം നമ്മെ ഒരുക്കുന്ന ദിവസമാണ്. കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് വേണ്ടി നമ്മെ ഒരുക്കുന്നതായ ദിവസം. നാം വിചിത്ര വസ്ത്രത്തെക്കുറിച്ചും അലങ്കാര വസ്ത്രത്തെക്കുറിച്ചും ഉത്സവ വസ്ത്രത്തെക്കുറിച്ചും എല്ലാം പലപ്പോഴായി ചിന്തിച്ചത് നിങ്ങൾ ചിലർ ഓർക്കുമായിരിക്കും. ഇന്ന് ഒരൊറ്റ കാര്യം മാത്രം, കല്യാണ വസ്ത്രം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 12-ാം വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. കുഞ്ഞാടിൻ്റെ കല്യാണമെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു, എല്ലാം തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ യജമാനൻ കല്യാണത്തിന് ആളുകളെ വിളിച്ചു തുടങ്ങി. അപ്പോൾ യജമാനൻ കാണുന്ന കാഴ്ച എന്താണ്? വായിച്ച് കേൾക്കാം 12-ാം വാക്യം. സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്ക് മുട്ടിപ്പോയി. സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. അവന് വാക്ക് മുട്ടിപ്പോയി. സംഭവം ഒന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു ഉപമയാണത്.
ഒരു സംഭവമാണത്. വലിയൊരു കല്യാണ സദ്യ ഒരുക്കിയിരിക്കുന്നു. അവിടെ ആ വലിയൊരു ബൂത്തുണ്ട്. നിറയെ കല്യാണ വസ്ത്രം ഇങ്ങനെ അടുക്കി 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 വച്ചിരിക്കുകയാണ്. ക്ഷണിക്കപ്പെട്ടവർ വന്ന് അവിടെ വന്ന് ഓരോന്ന് ഫ്രീ ആയിട്ട് വില കൊടുക്കാതെ വാങ്ങിയാൽ മാത്രം മതി. ദൈവത്തിന് സ്തോത്രം. ആ വലിയ കല്യാണ സദ്യ ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ കല്യാണത്തിന് ആളുകളെ വിളിക്കുന്നു. പ്രിയപ്പെട്ടവർ, എന്താണ് ഈ കല്യാണം എന്ന വാക്കിന് ഒരു പ്രത്യേകത? എന്താണ് കല്യാണം? ഇപ്പോൾ ഒരു വിവാഹപ്രായമായ ഒരു ആൺകുട്ടിയെ കാണുമ്പോൾ സാധാരണ പലരും ചോദിക്കും, കല്യാണം കഴിച്ചതാണോ? അല്ലെങ്കിൽ വിവാഹപ്രായമെത്തിയ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ കല്യാണം കഴിഞ്ഞതാണോ? കഴിഞ്ഞതും കഴിച്ചതും പെൺകുട്ടിക്കൊരു വാക്കാണ്, ആൺകുട്ടിക്ക് വേറൊരു വാക്കാണ്. ഇത് രണ്ടിനും ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു സമയം വരുമ്പോൾ നിങ്ങളൊരു പുരുഷനുമായി ഈ ഭൂമിയിൽ വിവാഹം മൂലം ഞങ്ങൾ തമ്മിൽ ഒന്നായി തീർന്നു. ഇനി എൻ്റെ മൂക്കിലെ ജീവശ്വാസം പോകുന്നത് വരെയും ഈ ഭൂമിയിലെ എൻ്റെ ആയുസ്സിൽ എൻ്റെ ഭാര്യയായി തീർന്ന ഒരേ ഒരാൾ, അത് ഒരാളുമായുള്ള ബന്ധമാണ്, പലരുമായുള്ള ബന്ധമല്ല. പലരുമായുള്ള ബന്ധത്തിന് ജാരൻ എന്നാണ് പറയുന്നത്, അന്യബന്ധങ്ങൾ. ഒരിക്കലും അന്യബന്ധങ്ങൾ മനുഷ്യന് പാടില്ല, ഒരിക്കലും പാടില്ല. അത് ശാരീരികമായിട്ടും പാടില്ല, മനസ്സുകൊണ്ടും പാടില്ല. അപ്പോസ്തലൻ വളരെ വേദനയോടെ കൃപകളും കൃപാവരങ്ങളും വിശുദ്ധിയുമെല്ലാം ഉണ്ടായിരുന്ന കൊരിന്ത്യരോട് ഒരിക്കൽ പറഞ്ഞത്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. നാം എന്നും ശോധന ചെയ്യണം. ഇവിടെ കർത്താവ് നിങ്ങൾക്ക് കല്യാണ വസ്ത്രം തരാമെന്ന് നിൽക്കുമ്പോൾ, നിങ്ങൾ കടന്ന് വരുമ്പോൾ നിങ്ങൾ ഉള്ളിൽ ഓർക്കണം, എൻ്റെ ദൈവമേ, എനിക്ക് ഇത് വാങ്ങിക്കാൻ എന്ത് യോഗ്യത. 8-ാം വാക്യം മുതലൊന്ന് വായിക്കാമോ? അധ്യായത്തിൻ്റെ ക്ഷണിച്ച പലരും യോഗ്യരായില്ല, യോഗ്യന്മാരെ ക്ഷണിച്ചു, അവർക്കാർക്കും വരാൻ സാധിച്ചില്ല. എന്നാൽ ഞാൻ നോക്കി, എൻ്റെ ദൈവമേ, എനിക്കെന്താണ് യോഗ്യത? എന്തെങ്കിലും പറയാനൊരു കുടുംബമൊക്കെ ഉണ്ടായിരുന്നു. എന്ത് കുടുംബം, എന്ത് പാരമ്പര്യം? എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ, ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ അവസ്ഥ എനിക്കും എൻ്റെ പെങ്ങന്മാർക്കൊക്കെ അറിയാമായിരുന്നു. ചീഞ്ഞളിഞ്ഞ അവസ്ഥ. എൻ്റെ പ്രിയരെ, യോഗ്യന്മാരാരും തയ്യാറായില്ല, ക്ഷണിക്കപ്പെട്ടവരാരും വന്നില്ല. അപ്പോൾ എന്താണ് ചെയ്തത്? 8-ാം വാക്യം മുതൽ. പിന്നെ അവൻ ദാസന്മാരോട്, കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. ആകയാൽ വഴിത്തലക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിപ്പിനെന്ന് പറഞ്ഞു. വഴിത്തലക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും വിളിച്ചു കൊണ്ടുവരുവീനെന്ന്. ഞാൻ ആ വഴിത്തലക്കൽ എന്നുള്ള വാക്ക് ഞാൻ വായിച്ചപ്പോൾ ഞാൻ ഓർത്തു, 2000 കൊല്ലം മുമ്പ് യേശുനാഥൻ്റെ നാവിലൂടെ വന്ന വാക്കാണ് വഴിത്തല, ഒരു വഴിയോരം. അത് വായിച്ചപ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ കർത്താവേ, എൻ്റെ 20 വയസ്സ് പ്രായത്തിൽ, 21 വയസ്സ് പ്രായങ്ങളിൽ ഞാൻ കോതമംഗലത്തിനടുത്ത് തൃക്കാരിയൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. അന്ന് എൻ്റെ അച്ഛൻ എൻ്റെ 16-ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്ത് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം പറയുമ്പോഴേക്കും ഉള്ളം കിടന്ന് പിടയ്ക്കുകയാണ്. ഒരു കഴിഞ്ഞ കാലം, വേദനയുടെ കാലം, സന്തോഷമില്ലാത്ത കാലം, കണ്ണീരണിഞ്ഞ കാലങ്ങൾ. അച്ഛൻ ഷെഡിൽ, അന്ന് ബൈക്കുണ്ട്, പഴയ കാലത്ത് അച്ഛൻ FSCTയിൽ ജോലിയായിരുന്നു, എനിക്കും ഇപ്പോൾ FSCTയിൽ ജോലിയുണ്ട്. ഷെഡിൽ ബൈക്ക് വെച്ചിട്ട് ആടി വരുന്നത് കാണുമ്പോഴേക്കും ഞങ്ങളെല്ലാം ചിരവിയും വാക്കത്തിയെല്ലാം ഒളിപ്പിച്ച് വെച്ച് ഭയപ്പെട്ട് അകത്തിരുന്ന കാലങ്ങൾ. അടുക്കളയിൽ ഇഷ്ടം പോലെ ആഹാരമുണ്ട്. ഞങ്ങളുടെ വല്യച്ഛന് ഹോട്ടലായിരുന്നു, അവിടെ നിന്ന് കൊണ്ടുവരുന്ന ആഹാരങ്ങളുണ്ട്. പക്ഷെ എന്തുണ്ടായാലും സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ ആരാഹാരം കഴിക്കും? രാത്രി ഞങ്ങളെ 3 പേരെയും അമ്മയെയും ടാക്സി വിളിച്ച് അമ്മ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട കാലങ്ങൾ. അവിടെ അമ്മയ്ക്ക് അച്ഛനും അമ്മയും ഇല്ല, 3 ആങ്ങളമാരാണുള്ളത്. അതിൽ ഒരാൾ ഞങ്ങളെ എന്നും കൈക്കൊള്ളുമായിരുന്നു, മറ്റു പലരും പേടിച്ചിട്ട് കൈക്കൊള്ളുമായിരുന്നില്ല. അവിടെ പോയി താമസിച്ച കാലങ്ങൾ. ഇനി എന്നാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്? ഇനി എന്നാണ് തിരിച്ച് സ്കൂളിലേക്ക് പോകാൻ പറ്റുന്നത്? ഞങ്ങൾ 3 പേരും നല്ലതുപോലെ പഠിക്കുന്നവരായിരുന്നു. എന്നാൽ ഞാൻ ഈ പറയുന്ന എൻ്റെ അച്ഛൻ ഒരു ദുഷ്ടനായ മനുഷ്യനൊന്നും ആയിരുന്നില്ല. മദ്യത്തിൻ്റെ ലഹരിയെല്ലാം വിട്ട് കഴിയുമ്പോൾ അവിടേക്ക് വരും, അല്ലെങ്കിൽ ആരെങ്കിലും മധ്യസ്ഥന്മാരെ പറഞ്ഞയക്കും. ഇനി ഒരിക്കലും ഞാൻ കുടിക്കില്ല, മക്കൾ
മക്കളെ നിങ്ങൾ തിരിച്ചു വരിക എന്ന് പറയും. ഞങ്ങൾ വീണ്ടും തിരിച്ചു ചെല്ലും. അങ്ങനെയൊക്കെ എന്തെല്ലാം കഴിഞ്ഞു പ്രിയരെ. എന്നാൽ മദ്യമെന്ന ആ ദുഷ്ടശക്തി ഞങ്ങൾക്കറിഞ്ഞുകൂടായിരുന്നു എന്ത് ചെയ്യണമെന്ന്. ഡി അഡിക്ഷൻ സെൻറ്ററിൽ എൻ്റെ അച്ഛനെ കൊണ്ടുപോയി മന്ത്രവാദം ചെയ്തു. കണ്ണിൽ പച്ചമരുന്ന് ചികിത്സയുണ്ടായിരുന്നു അടിമാലിയിൽ ഒരു അച്ഛന്, അതും ചെയ്തു. ഒന്നും കൊണ്ടും പ്രയോജനം ചെയ്തില്ല. അവസാനം ആത്മഹത്യാ പ്രവണതയിലേക്ക് പോയി. ഇന്നേക്ക് 38 കൊല്ലങ്ങൾക്ക് മുമ്പ് വെറും 45-ാമത്തെ വയസ്സിൽ എൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. അന്ന് ആ ശവശരീരം വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തി. പ്രിയരെ, നാടും നാട്ടുകാരും വീട്ടുകാരും മുഴുവൻ കരയുന്നു. എൻ്റെ അമ്മ 2 പെങ്ങന്മാർ ആ ശവശരീരത്തിലേക്ക് വീണ് വാവിട്ട് കരയുന്നത് കണ്ടിട്ട്. എന്നാൽ 16 വയസ്സാകാത്ത ഞാൻ മുറുക്കി ചോപ്പിച്ച പല്ലും ബീഡി വലിച്ചു പൊള്ളിയ ചുണ്ടും പാറിപ്പറന്ന മുടിയുമായി ഞാൻ ഇങ്ങനെ നിന്നു. ഒരു തുള്ളി കണ്ണുനീര് എനിക്ക് കിട്ടിയിരുന്നില്ല. എൻ്റെ പ്രിയരെ, അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തമ്മിൽ സംസാരിക്കാതെയായി. ഞാൻ വീട്ടിൽ കയറാതെയായി. 20 വയസ്സെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് പിണ്ടിമന എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്കൊരു കൂട്ടുകാരനുണ്ട്. ആ കൂട്ടുകാരൻ ഒരു ചെറിയൊരു വീടൊക്കെയാണ്. ഞാൻ രാവിലെ അവിടെ സൈക്കിളും ചവിട്ടി ചെല്ലും. എന്നിട്ട് രാവിലെ വരെ വീടിൻ്റെ അകത്തിരുന്ന് ചീട്ട് കളിക്കും. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഓർത്തു, ആ മനുഷ്യൻ, എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ ഒരിക്കൽ പോലും ചോദിച്ചില്ല നിനക്ക് വീടും കുടിയൊന്നുമില്ല, നീ എന്തിനാണ് ഇങ്ങോട്ട് പോരുന്നതെന്നും എന്നോട് ചോദിച്ചിട്ടില്ല. പ്രിയരെ, ഉച്ച കഴിഞ്ഞാൽ അവിടെ ഒരു മണ്ണിട്ട വഴിയുണ്ട്. അവിടെ കുറേ ജാതിയുടെ ചോട്ടിലിരുന്ന് കാതിൽ മച്ചിങ്ങാക്കുണക്കിട്ട് വഴിത്തലയ്ക്കൽ പോയിരുന്ന് ചീട്ട് കളിച്ചും വായിൽ മുറുക്കാനും കയ്യിൽ ബീഡിക്കുറ്റിയുമായി എല്ലാം ജീവിച്ച ഒരു ബാല്യകാലം. വൈകുന്നേരം ആകുമ്പോൾ കോതമംഗലത്ത് നിന്ന് പെരുമ്പാവൂരിനാണോ പോകാൻ തോന്നുന്നത്, മൂവാറ്റുപുഴയ്ക്കാണോ പോകാൻ തോന്നുന്നത്, സൈക്കിൾ ചവിട്ടി സിനിമയ്ക്കെല്ലാം പോയ കാലങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വെറും പ്രാകൃതനെ പോലെ, ഒരു ദുഷ്ടനെ പോലെ ജീവിച്ച കാലങ്ങൾ. എൻ്റെ പെങ്ങളോട് ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ കണ്ട വഴിത്തലയ്ക്കെല്ലാം പോയി എൻ്റെ കല്യാണത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ ക്ഷണിക്കാൻ പറഞ്ഞ നിത്യനായ ദൈവത്തിൻ്റെ സ്നേഹം ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ കാണുന്നു. അന്ന് ഞാൻ കാതിൽ മച്ചിങ്ങ കുണുക്കിട്ട് വായിൽ മുറുക്കാനുമായി ചീട്ട് കളിച്ചിരിക്കുമ്പോൾ ഞാൻ അന്വേഷിക്കാത്ത, ഞാൻ ആഗ്രഹിക്കാത്ത ജീവനുള്ള ദൈവം എൻ്റെ അരികിൽ കടന്നു വന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് ഇവിടെ വന്നത് ഒരിക്കലും യാദർച്ഛികമായിട്ടല്ല. ഇത് യുഗങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു എന്നെ കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്രിസ്തുവിൻ്റെ വഴിയിൽ വന്നത് എന്ന് ഞാൻ പൂർണ്ണമായും അറിയുന്നു. അതിന് കർത്താവ് ചില വഴികൾ ഒരുക്കി, ചില വ്യക്തികളെ ഒരുക്കി, കൂട്ടായ്മകളെ ഒരുക്കി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് ജീവനുള്ള ദൈവം നിങ്ങളെ പല വഴികളിലൂടെ, ഇനി ഏത് കൂട്ടായ്മയിൽ ഞാൻ പോകണം, എവിടെ ഞാൻ പോകണം, എല്ലാം തീർന്നില്ലേ, ആത്മീയമെല്ലാം തീർന്നില്ലേ എന്നൊക്കെ ചിന്തിച്ചിരുന്ന പലരുണ്ട് ഈ കൂട്ടത്തിൽ. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ശൂന്യതയില്ലേ? ഉണ്ടായിരുന്നു. എന്താണ്? ആരാധിക്കാത്തതിൻ്റെ ശൂന്യത, യേശുവില്ലാത്തതിൻ്റെ ശൂന്യത, യേശുക്രിസ്തു തരുന്ന സ്തുതിയില്ലാത്തതിൻ്റെ ശൂന്യത ഉള്ളിലുണ്ടായിരുന്നു. അത് നികത്തി തരുവാനാണ് കർത്താവ് നമ്മെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്. കണ്ട വഴിത്തലക്കിലും ആകയാൽ വഴിത്തലക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിപ്പിനെന്ന് പറഞ്ഞു. ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, വിരുന്നുശാല നിറഞ്ഞു കവിയും നേരം ഇതാ ഒഴികഴിവ് പറഞ്ഞുപോയ തനയന്മാർക്ക് പകരമായി കാട്ടുപ്രാക്കൾ പാട്ടുസഹിതം വരുന്നു. ഇതാ ആലയത്തിലേക്ക് ഒഴികഴിവ് പറഞ്ഞുപോയി. എന്താണ് ഒഴികഴിവുകൾ? 3-ാം വാക്യം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കാൻ, കല്യാണത്തിന് പലരെയും ക്ഷണിച്ചപ്പോൾ അവര് ഒഴികഴിവ് പറഞ്ഞു. എന്തൊക്കെയാണ് വായിക്കാം? അവർക്കോ വരുവാൻ മനസ്സായില്ല. പിന്നെ അവൻ മറ്റു ദാസന്മാരെ അയച്ചു, എന്റെ മുത്താഴം ഒരുക്കി തീർന്നു. അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തന്റെ നിലത്തിലേക്ക് പോയി, തന്റെ സ്വന്തം കാര്യത്തിലേക്ക് ഇറങ്ങിപ്പോയി. മറ്റൊരുത്തൻ തന്റെ വ്യാപാരത്തിലേക്കും പോയി കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, പലരെയും വിളിച്ചപ്പോൾ എല്ലാവരും ഒഴികഴിവ് പറഞ്ഞു. ഒരാൾ നിലത്തിലേക്ക് പോയി, ഞാൻ 10 ഏർ കാളയെ കണ്ടിട്ടുണ്ട്, ഞാൻ അതൊന്ന് ശരിയാക്കട്ടെ, എൻ്റെ അപ്പനും അമ്മയും പ്രായമായി കിടക്കുകയാണ്, ഇതൊക്കെ ബൈബിളുള്ളതാണ് ഈ പറയുന്നത്, ഞാൻ അവരെ ഒന്ന് ശുശ്രൂഷിക്കട്ടെ, അവരെ ഒന്ന് അടക്കം ചെയ്തിട്ട് ഞാൻ നിന്റെ പിന്നാലെ വരാം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന് അവസാനത്തെ കണ്ണികയാണിത്. കർത്താവിന് പലരും എന്ന് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ
ഇപ്പോൾ സമയമായിട്ടില്ല, ഇപ്പോൾ അതിന് ഒരു പറ്റിയ സമയമല്ല. കാരണം ഞാൻ ഇപ്പോൾ ഇന്ന സ്ഥലത്ത് ഇന്ന ഇടവകയിൽ, എൻ്റെ ഇടവകയിൽ ഇന്ന സ്ഥാനത്തിരിക്കുക, എനിക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇന്ന ജോലിയിൽ ഇരിക്കുകയാണ്, എനിക്ക് ഇന്ന സമൂഹത്തിൽ ഇപ്പോൾ ഈ സുവിശേഷമൊന്നും പറഞ്ഞ് എനിക്ക് ഇറങ്ങിത്തിരിക്കാൻ സാധിക്കില്ല. നിലത്തിലേക്കും വ്യാപാരത്തിലേക്കും എല്ലാം പോയി കളഞ്ഞപ്പോൾ നിത്യനായ ദൈവത്തിന് മനസ്സിലായി, ഇതാ തൻ്റെ കല്യാണ സദ്യ ഒരുങ്ങിയിരിക്കുന്നുവെങ്കിലും അതിലേക്ക് വരുവാൻ ആർക്കും മനസ്സായിട്ടില്ല. കർത്താവിന് സങ്കടം വന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോയി വഴിത്തലക്കിലും കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം വിളിച്ചു കൊണ്ടുവന്ന് നിങ്ങൾ ഈ കല്യാണത്തിന് ക്ഷണിക്കുവിനെന്ന്. വന്നാൽ മാത്രം മതി, കല്യാണ വസ്ത്രം ഒരുങ്ങിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഈ കല്യാണ വസ്ത്രവും യജമാൻ്റെ കല്യാണ സദ്യയും കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെത്താൻ കുറ്റബോധം വരും. എൻ്റെ യേശുവേ, ഈ പ്രകാശത്തിൽ നിൻ്റെ ഈ സ്വർഗീയ സദസ്സിലിരിക്കുമ്പോൾ എൻ്റെ നാഥ, ഞാൻ ആരാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നു. യേശു ക്രിസ്തുവിൻ്റെ അരികിൽ ഇന്ന് കല്യാണ വസ്ത്രം സൗജന്യമായി തരുവാൻ യേശു വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ യേശുവിനോട് പറയണം, എൻ്റെ യേശുവേ, ഞാൻ വെറുതെ കേട്ടുവിട്ടു പോകുന്നയാളായിരിക്കില്ല. ഇന്ന് ഞാൻ ഒരു തീരുമാനമെടുക്കുകയാണ്. എൻ്റെ ജീവിതം ഞാൻ മുഴുവൻ ശോധന ചെയ്യും, മുഴുവൻ ഞാൻ കണ്ടെത്തും. എനിക്ക് തിരുത്താനുള്ളതെല്ലാം ഞാൻ തിരുത്തും, മാറ്റാനുള്ള പാവങ്ങളെല്ലാം ഞാൻ മാറ്റും. എന്നാൽ നാഥ, ഇന്ന് ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എനിക്ക് കല്യാണ വസ്ത്രം തന്ന് എന്നെ എഴുന്നേൽപ്പിക്കണമേ എന്ന് നിങ്ങൾ ആരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്, ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് കല്യാണ വസ്ത്രം അണിഞ്ഞവരായി, സ്തുതി നിറഞ്ഞവരായി, സന്തോഷം നിറഞ്ഞവരായി ഇവിടുന്ന് തുള്ളിച്ചാടി പോകുവാനാണ്. അത് സംഭവിക്കാൻ പോകുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കൂ പ്രിയരെ, സൗജന്യമായി തരുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ.